122 വർഷങ്ങൾക്ക് മുമ്പ് ജൂലൈ 4-നാണ് വേലൂർ മഠത്തിൽ വെച്ച് സ്വാമി വിവേകാനന്ദൻ തിരിച്ചുപോയത്. ഇന്നത്തെ തലമുറയ്ക്ക് വിവേകാനന്ദ സ്വാമികളെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആരായിരുന്നു വിവേകാനന്ദ സ്വാമികൾ ഭാരതത്തിന്? ഭാരതത്തിന് ഭാരതമാക്കിയതിൽ വലിയൊരു പങ്ക് വഹിച്ച മഹാസന്യാസിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നിരീശ്വരവാദിയും സ്വാമി വിവേകാനന്ദനായിരുന്നു. നിരീശ്വരവാദിയായിരുന്നോ? ആയിരുന്നു. നരേന്ദ്രനാഥ് ദത്ത നിരീശ്വരവാദിയായിരുന്നു. ഈശ്വരനെ കാണാതെ ഞാൻ വിശ്വസിക്കുന്ന പ്രശ്നമില്ല. കാരണം വിശ്വാസം അന്ധമാണ്. കണ്ട് ബോധ്യം വന്നാലേ അതുണ്ട് എന്ന് ഉറപ്പാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ ആരെങ്കിലും കാണിച്ചു തന്നാൽ ഞാൻ എഗ്രി ചെയ്യാം. അതല്ലാതെ പറ്റില്ല. ഗ്രന്ഥങ്ങൾ കാണിച്ചോ ശ്ലോകങ്ങൾ പറഞ്ഞോ ഒന്നും എന്നെ സ്വാധീനിക്കാൻ നോക്കണ്ട. തീക്ക് ചൂടുണ്ടെന്ന് നമ്മൾ അറിയുന്നത് കൈകൊണ്ടിങ്ങനെ തൊടാനടുത്ത് ചെല്ലുമ്പോൾ മനസ്സിലാക്കി ചൂടാണ്, ഐസിന് തണുപ്പാണെന്ന് മനസ്സിലാവും. ഇതുപോലെ ദൈവത്തെ കാണാൻ കണ്ടു എന്നായി കഴിയുമ്പോൾ ഞാൻ സമ്മതിച്ചോളാം. ഒരു മനുഷ്യനും സാധിച്ചില്ല. അപ്പോഴാണ് ചിലർ പറഞ്ഞു, ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ അസാമാന്യമായിട്ട് ആൾ കൂടുന്നു ആ മനുഷ്യൻ്റെ വാക്കുകൾ കേൾക്കാൻ. അതിനുശേഷം ഞാൻ ആ പ്രതിഭാസം കണ്ടത് മാതാമൃതാനന്ദമയിലാണ്. മാതാമൃതാനന്ദമയി തുടക്കത്തിൽ സംസാരിക്കുന്നത് ആർക്കും മനസ്സിലാകില്ലായിരുന്നു. എന്നോട് വളരെ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു, എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, ആ സ്ത്രീയെ കേൾക്കാൻ ഒരുപാട് പേര് കൂടുന്നുണ്ട്. ഞാൻ പോയി കേട്ടു, അവരെന്താ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. പക്ഷേ ആളുകളെല്ലാം എന്തോ സംതൃപ്തി അല്ലെന്നവണ്ണം അവിടെ നിന്ന് എണീറ്റ് പോരുന്നു. അപ്പോൾ ഈ ഒരു സിദ്ധി ശ്രീരാമകൃഷ്ണ പരമഹംസനും ഉണ്ടായിരുന്നു. അപ്പോൾ നരേന്ദ്രൻ അവിടെ പോയി രാമകൃഷ്ണൻ ആദ്യം ചോദിച്ചു, എവിടെയായിരുന്നു നീ? കുറേ കാലമായല്ലോ ഞാൻ നിന്നെ പ്രതീക്ഷിക്കുന്നു. അത് നരേന്ദ്രനൊരു ഇങ്ങേരെന്താ എന്നെ പ്രതീക്ഷിക്കാൻ കാര്യം? അപ്പം നരേന്ദ്രൻ പറഞ്ഞു, ഞാൻ ദൈവത്തെ കാണാൻ വന്നതാണ്, നിങ്ങൾ കാണിച്ചു തരും എന്നുള്ള വിശ്വാസത്തിൽ വന്നതാണ്. രാമകൃഷ്ണൻ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് മടക്കി നരേന്ദ്രനെ കാണിച്ചു കൊടുത്തില്ല. കാണിക്കാനൊക്കെ പറ്റും, പക്ഷേ ഇപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടാമുട്ടിയൊക്കെ പറഞ്ഞു വിട്ടു. അപ്പം നരേന്ദ്രൻ വിചാരിച്ചു ഇങ്ങനെ കൊണ്ടും സാധിക്കുമൊന്നുമില്ല, നിരാശനായിട്ട് തിരിച്ചു നടന്നു. പക്ഷെ നടക്കുന്ന വഴിക്ക് ഈ മനുഷ്യന് പിന്നെയും കാണണമെന്നൊരു തോന്നൽ, എന്തോ ഒരു കണക്റ്റ് ഉണ്ടായി രണ്ടുപേരും തമ്മിൽ. ആദ്യത്തെ ചോദ്യം ഉണ്ടല്ലോ, നീ എവിടെയായിരുന്നു ഇത്രയും കാലം, എന്താ വൈകി കാത്തിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും സ്വാമി വിവേകാനന്ദൻ പോയി. അപ്പോഴും ആവശ്യം തന്നെ, അതൊക്കെ കാണിച്ചു തരാം, നീ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, കഞ്ഞി കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ഇവേസീവ് റിപ്ലൈ. വീണ്ടും നരേന്ദ്രൻ പോയി. നരേന്ദ്രൻ പോയിട്ട് പിന്നെ ഇരിക്കപ്പുറതിയില്ല, കാണണം ഇങ്ങനെ, ഹീ ക്യാൻ ഡൂ സംതിങ്. അതുകൊണ്ടാണ് ഇത്ര കാഷ്വലായിട്ടൊക്കെ സംസാരിക്കുന്നത്. ഒരു ശ്ലോകവും പറഞ്ഞില്ല, ഒരു കഥയും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു കണക്റ്റ് ഉണ്ടായി. മൂന്നാം തവണയും നരേന്ദ്രൻ തിരിച്ചു വന്നിട്ട് ഒരേ വാശി പിടിച്ചു, ഇത്തവണ എനിക്കിത് കാണിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ എന്നെ ഇവിടെ വരില്ല, നമ്മൾ തമ്മിൽ തെറ്റും. അപ്പോൾ രാമകൃഷ്ണ പരമഹംസൻ ഇരുന്നിടത്ത് നിന്ന് എണീറ്റു, കാല് പൊക്കി വിവേകാനന്ദൻ്റെ തോളത്ത് വെച്ചു. ഒരു 220 kV ഷോക്കടിക്കുന്ന അനുഭവം വിവേകാനന്ദന്. രാമകൃഷ്ണ പരമഹംസൻ കാല് തിരിച്ചെടുത്തു. വിവേകാനന്ദൻ ഒരക്ഷരം മിണ്ടാതെ പുറത്തിറങ്ങി. പോകുന്ന വഴിയിൽ മരത്തിലിടിച്ചു, കുഴിയിൽ വീണു. ശരിക്കും ഒരു ഹാലൂസിനേറ്റഡ് അവസ്ഥ, തനിക്ക് ചുറ്റും എന്ത് സംഭവിക്കുന്നു നിശ്ചയമില്ലാത്ത അവസ്ഥ. പലവിധ അപകടങ്ങളിലും തലയിടിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. വിവേകാനന്ദന് മനസ്സിലായി, ഞാൻ ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സംഭവിച്ചത്, നമ്മളുടെ നോർമൽ സെൻസസ് ഉണ്ടല്ലോ, അതെല്ലാം കുറേ നേരത്തേക്ക് അങ്ങ് മാറി നിന്നു. ദൈവത്തിന് മുമ്പിൽ നഗ്നനായിട്ട് കൊച്ചുകുട്ടിയെപ്പോലെ
നിഷ്കളങ്കനും നഗ്നനുമായ ഈ സത്യത്തെ നമ്മൾ നഗ്നമായ സത്യം എന്ന് പറയുന്നത്. എന്താ പറയാൻ കാര്യം? ആഭരണങ്ങളൊന്നുമില്ലാതെ സിമ്പിളായിട്ടുള്ള സത്യം. അതുകൊണ്ടാണ് അതിന് നഗ്നമായ സത്യം എന്ന് പറയുന്നത്. ഇതുപോലെ വിവേകാനന്ദൻ നഗ്നനായിട്ട് ദൈവത്തിന് മുമ്പിൽ, വിവേകാനന്ദന് സ്വന്തമായിട്ട് ഒന്നുമില്ല. എക്സിസ്റ്റൻസ് പോലും വിവേകാനന്ദന് നഷ്ടപ്പെട്ടു ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ് എന്ന് വിവേകാനന്ദന് മനസ്സിലായി. ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആരാധിക്കുന്ന മൂർത്തികളുണ്ടല്ലോ, ആ മൂർത്തിഭാവത്തെ പറ്റിയല്ല ഈ വിവേകാനന്ദൻ്റെ അനുഭവം. ഈശ്വരൻ എന്ന് അതിന് നമ്മൾ ഒരു അമ്പലത്തിൽ ഇവിടെ എന്താ മൂർത്തി എന്ന് ചോദിക്കും, ഇവിടെ ഏതാ ഈശ്വരൻ എന്ന് ചോദിക്കാറില്ല. കാരണം ഈശ്വരൻ അതിനപ്പുറത്താണ്, മൂർത്തി ഒരല്പം താഴെയാണ്. അപ്പോൾ മൂർത്തി ഹനുമാനാണ്, നരസിംഹമാണ്, ഭഗവതിയാണ്, ഇങ്ങനെ ഒരു തലമാണ്. ഈശ്വരൻ അതിന് മുകളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു അമ്പലത്തിൽ പോയാൽ ഇവിടെ ഏതാ ഈശ്വരൻ എന്ന് ചോദിക്കാത്തത്. ചോദിച്ചാൽ തന്നെ ആൾക്കാർ അന്തം വിടുകയും ചെയ്യും. ഈശ്വരൻ എല്ലാ സ്ഥലത്തും ഉണ്ട്, ഇവിടെ ഉള്ളത് ഹനുമാൻ. ഇങ്ങനെയാണ് നമ്മുടെ മറുപടി പോകുന്നത്. അപ്പം നമ്മളറിയാതെ ഈ അറിവൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അറിയില്ല എന്ന് നമ്മൾ ഭാവിച്ചിട്ട് ചോദ്യം ചോദിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പം നരേന്ദ്രൻ മനസ്സിലായി, ഈ ഈശ്വരൻ എൻ്റെ ഉള്ളിലുണ്ട്, അത് ഞാൻ അറിഞ്ഞില്ല. അറിയിക്കാനായിട്ടാണ് ഈ മനുഷ്യൻ കാലെടുത്ത് തോളത്ത് വെച്ച് തൊഴിക്കുന്ന പോലെയാണ്. അപ്പോൾ പലരും ഇങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്, എന്നെ ഒന്ന് തൊട്ടാൽ മതി നിനക്ക് കാണാമെന്നൊക്കെ. അങ്ങനെ ചെയ്തിട്ടുണ്ട് സ്വാമി വിവേകാനന്ദനോട്. അത് ചെയ്തത് ചട്ടമ്പി സ്വാമിയാണ്. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ അർത്ഥം മനസ്സിലാകുന്നില്ല. ഒരുമാതിരിപ്പെട്ട ഗുരുക്കന്മാരെയൊക്കെ പോയി കണ്ടു. അവർക്ക് ഒരുപാട് ശ്ലോകങ്ങൾ സംഗതികളൊക്കെ പറയുന്നുണ്ട്. നരേന്ദ്രന് ബുദ്ധി കൊണ്ട് ഇത് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ അനുഭവം വരണ്ടേ. രാമകൃഷ്ണ പരമഹംസൻ കൊടുത്ത ആ അനുഭവം ചിന്മുദ്രയിൽ വരണം. അപ്പോൾ എറണാകുളത്ത് സ്വാമി വിവേകാനന്ദൻ വന്നപ്പോൾ ചട്ടമ്പി സ്വാമികളോട് ആൾക്കാർ പോയി പറഞ്ഞു, ഇങ്ങനെ ലോകപ്രശസ്തനായ വിവേകാനന്ദൻ വന്നിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിലാണ് താമസം. അപ്പോൾ അദ്ദേഹം ഈ ചിന്മുദ്രയെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. ചട്ടമ്പി സ്വാമി പറഞ്ഞു, ചിന്മുദ്ര ഞാൻ പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ ഇവർക്കൊരു പ്രയാസം, ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാവുമല്ലോ. സ്വാമി വിവേകാനന്ദന് ചട്ടമ്പി സ്വാമിയെ വന്ന് കാണാൻ ഒരു ഈഗോ പ്രശ്നം ഉണ്ടാവും, ചട്ടമ്പി സ്വാമിക്ക് അങ്ങോട്ട് പോകാനും ഒരു ഈഗോ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ചട്ടമ്പി സ്വാമി ഇത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ പോയി അങ്ങേരെ കാണാം. എനിക്കങ്ങനെ, ചട്ടമ്പി സ്വാമിക്ക് വാലും തലയും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെന്ന് കാണാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരു വലിയ ദൂരമൊന്നുമില്ല, എറണാകുളത്ത് ടൗണിലാണ്. ചട്ടമ്പി സ്വാമി പോയി വിവേകാനന്ദനെ കണ്ടു. വിവേകാനന്ദൻ വലിയ കാര്യമായിട്ട് സ്വീകരിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട് കേരളത്തിൽ ഇങ്ങനൊരു സന്യാസിയുള്ളതായിട്ട്. അങ്ങനെ സംസാരിച്ച് ഈ ചിന്മുദ്രയിലേക്ക് വന്നു. സ്വാമി വിവേകാനന്ദൻ നിരാശനായിട്ട് പറഞ്ഞു, ഞാൻ ഇതിൻ്റെ അർത്ഥം ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, ആർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംസ്കൃത ശ്ലോകങ്ങൾ അത് ഇതൊക്കെ പറയുന്നു. എല്ലാം എൻ്റെ ബുദ്ധിയെ അപ്പീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ബുദ്ധിക്കപ്പുറത്താണല്ലോ മനുഷ്യൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അവിടെ ഈ ലോജിക്കൊന്നുമില്ല, അനുഭവമാണ്. ജീവിതത്തിൽ തന്നെ സുനിൽ നോക്കിക്കോളൂ, ജീവിതത്തിലെ സംഭവങ്ങൾക്കും ഭൂരിഭാഗം സംഭവങ്ങൾക്കും ഒരു ലോജിക്കും ഉണ്ടാവില്ല. അതൊന്നും സംഭവിക്കുകയാണ്. നമ്മൾ ഇതെന്താ ഇത് ഇങ്ങനെ വരാൻ കാര്യം എന്താ? ഞാൻ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഇങ്ങനെയല്ലല്ലോ പെരുമാറിയത്, പിന്നെ മറ്റേ ആളിങ്ങനെ ചെയ്യാൻ കാര്യം എന്താ? ഇങ്ങനെ അത്ഭുതപ്പെടും നമ്മൾ. ദർ ഇസ് നോ ലോജിക് ഇൻ ലൈഫ്. അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞു, ഇത് ബുദ്ധി കൊണ്ടൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ചട്ടമ്പി സ്വാമിയും ബേസിക് മുതൽ അങ്ങ് തുടങ്ങി വിവേകാനന്ദനെ ഉപദേശിച്ചു, ഇങ്ങനെയൊക്കെയാണ് ചിന്മുദ്രയുടെ പോക്ക്. വിവേകാനന്ദൻ പറഞ്ഞു, സ്വാമിജി, ഞാൻ ഇതിലപ്പുറവും കേട്ടിട്ടുണ്ട്, ബട്ട് ഐ ആം നോട്ട് കൺവിൻസ്ഡ്. എനിക്കിപ്പോഴും ഈ ചിന്മുദ്രയുടെ യഥാർത്ഥ ഭാവം മനസ്സിലായിട്ടില്ല. അപ്പോൾ ചട്ടമ്പി സ്വാമി പറഞ്ഞു, എന്നെ ഒന്ന് തൊട്ട് നോക്ക്. വിവേകാനന്ദൻ കൈ നീട്ടി തൊട്ടു, ഫിനിഷ്. ആ അനുഭവം ഉണ്ടായി. വിവേകാനന്ദൻ പറഞ്ഞു യെസ്. വിവേകാനന്ദൻ പിന്നീട് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്,
ഭൂലോകത്ത് മുഴുവൻ ഞാൻ സഞ്ചരിച്ചിട്ട് ചട്ടമ്പി സ്വാമിയെ പോലെ ഒരു സന്യാസിയെ ഞാൻ കണ്ടിട്ടില്ല. യഥാർത്ഥ സന്യാസി, അതായത് താൻ പറഞ്ഞ കാര്യം തെളിയിക്കാൻ ബാധ്യത ഏറ്റെടുക്കുന്ന ആൾ. അത് ശരിയാണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളെയും ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയും. ഈ നിരീശ്വരവാദികളിൽ പലർക്കും സംഭവിക്കുന്നത് മൊത്തം ആധ്യാത്മികത, അതിന് ലോജിക്കില്ല എന്ന് അവർ കരുതുന്നു. എന്നാൽ അവരെക്കാൾ കൂടുതൽ ലോജിക്കലായിട്ട് ചിന്തിക്കുന്നവരാണ് ആധ്യാത്മിക തലത്തിലുള്ളവർ എന്നവർ മനസ്സിലാക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും ഒരു ലോജിക്കുണ്ടെങ്കിൽ, പ്രപഞ്ചത്തിന് ലോജിക്കില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്തെങ്കിലും ലോജിക്കുണ്ടെങ്കിൽ ആ ലോജിക്ക് ഹിസ്റ്ററിയിൽ ഇന്ന് വരെ സംശയാതീതമായിട്ട് എഴുതി വെച്ചിട്ടുള്ള മനുഷ്യൻ ആദിശങ്കരനാണ്. ബട്ട് ഇത് നിരീശ്വരവാദികൾ സമ്മതിക്കില്ല, യുക്തിവാദികൾ സമ്മതിക്കില്ല. അവർ പറയും ആദിശങ്കരന് യുക്തിയില്ല എന്ന് പറയും. ആദിശങ്കരൻ്റെ അപ്പുറം യുക്തിവാദി വേറെയില്ല. യുക്തി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കാൻ സാധിച്ചത്. യുക്തി ഇല്ലാഞ്ഞിട്ടല്ല. യുക്തി ഇല്ലാത്തവന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. യുക്തിസഹിതമായിട്ട് വിവരിക്കണമല്ലോ, അത് ശങ്കരനെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഒരു യുക്തി ഉണ്ടെങ്കിൽ. യുക്തി ഇല്ലെങ്കിൽ പിന്നെ ശങ്കരൻ പറഞ്ഞതും തെറ്റ്. ശങ്കരൻ താൻ പറഞ്ഞത് അവസാന വാക്കാണെന്ന് പറഞ്ഞിട്ടുമില്ല. ഇതൊക്കെയാണ് യഥാർത്ഥ ആധ്യാത്മിക ശക്തിയുള്ള സന്യാസിമാരുടെ ലക്ഷണം. ഇതുള്ള ആളായിരുന്നു ചട്ടമ്പി സ്വാമി. നാരായണ ഗുരുവിനെയും സ്വാമി വിവേകാനന്ദനെ അംഗീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ പൽപ്പു ഒരു സംഘടന ഉണ്ടാക്കാൻ, സംഘടന കൊണ്ട് ശക്തരാവുക എന്നൊക്കെയുള്ള ഗുരുവിൻ്റെ ആഹ്വാനം. അതിനായിട്ട് ഇങ്ങനെ അരഞ്ഞു നടക്കുന്നത് എന്ത് ചെയ്യണമെന്ന് കൃത്യമായ ഒരു, ഏത് രീതിയിലാണ് ഒരു സമാജത്തെ സംഘടിപ്പിക്കാൻ പറ്റുക. വെറുതെ എല്ലാവരും സംഘടിക്കുകയും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇവർ ഊണ് കഴിക്കും തിരിച്ചു പോകും. ഇവരെ പിടിച്ചു നിർത്താൻ എന്താ പാട്? സമാജത്തെ സമാജമാക്കുന്നത് എങ്ങനെ? നമ്മളെല്ലാവരും സമാജമാണ്, ഒരുപോലെ ജനിച്ചവരാണ്. രണ്ട് കൈയും രണ്ട് കാലും എനിക്കുമുണ്ട്, സുനിലിനുമുണ്ട്. നമ്മൾ സമാജം മായ്ക്കൊരു ദീർഘം വരുന്നത് നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് ചിന്തിക്കുമ്പോഴാണ്. ഒരു ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുന്നു, ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. അതാണ് സമാജം. അപ്പോൾ വനിതാ സമാജം എന്ന് പറഞ്ഞാൽ വനിതകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വനിതകളുടെ കൂട്ടായ്മ, അവർക്ക് അതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ഒരു ഗ്രൂപ്പല്ലേ. മറ്റത് ക്രൗഡാണ്. സമാജം 1000 കാക്കയുണ്ടെങ്കിൽ കാക്കയും സമാജമാണ്. ഒരേപോലെ ഇരിക്കുന്നു, ഒരേപോലെ ജനിച്ചിരിക്കുന്നു. കുതിര, കഴുത ഒക്കെ സമാജമാണ്. സമാജമാകാൻ മനുഷ്യനെ പറ്റുള്ളൂ, ഒരു ലക്ഷ്യബോധം ഉണ്ടാവുക. ഇത് സമാജമാക്കാൻ എന്ത് ചെയ്യും? സ്വാമി വിവേകാനന്ദനും ഡോക്ടർ പൽപ്പു സ്വാമി വിവേകാനന്ദനെ കാണുന്നു മംഗലാപുരത്തോ മറ്റോ വെച്ചിട്ട്. ഈ പ്രയാസം പറയുന്നു, സ്വാമി എന്താ ചെയ്യേണ്ടത് ഞാൻ? അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞു, ഭാരതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു സന്യാസി കൂടെ വേണം, എങ്കിലേ നിങ്ങൾ സക്സസ് ആവുള്ളൂ. കാരണം ഭാരതം ഈ ഒന്നും വേണ്ടാത്തവനെ ആഘോഷിക്കുന്നവരാണ് ഭാരതീയരുടെ സ്വഭാവം. ഗാന്ധിജി കോട്ടും ടൈയും ഒക്കെ ആയിട്ടാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഭാരതത്തിൽ വന്നത്. ഭാരതം എന്താണെന്നറിയാൻ മെല്ലെ നടന്നു കഴിഞ്ഞപ്പോൾ ഗാന്ധിക്ക് മനസ്സിലായി, ഈ സാധനം ഇതിനൊരു തടസ്സമാണ്, ഇത് ഉപേക്ഷിക്കുക. ഫക്കീർ എന്ന് ഉറുദുവിൽ പറയുമല്ലോ, ഒന്നും വേണ്ടാത്തവൻ, സന്യാസി. ഇവനെയാണ് ഭാരതം. എല്ലാം ഉള്ളവന് തൊഴുതൊക്കെ ചെയ്യും, മഹാരാജാവാണ്, തല്ലാനും കൊല്ലാനും ഒക്കെ പവറുണ്ട്, പേടിച്ചിട്ടൊക്കെയാണ്. സന്യാസിയുടെ കയ്യിൽ ഒന്നുമില്ല, യാതൊന്നുമില്ല. പക്ഷേ അവന് നമസ്കരിക്കും, വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ കാവിക്കൊരു റെസ്പെക്റ്റ് കൊടുക്കും. എല്ലാം ത്യജിച്ചവനെയാണ് ഭാരതം അംഗീകരിക്കുന്നത്. അതുകൊണ്ടൊരു സന്യാസി, നിങ്ങളുടെ നാട്ടിലൊരു സന്യാസി ഉണ്ടല്ലോ, അദ്ദേഹത്തെ ചെന്ന് കാണും. അങ്ങനെയാണ് ഡോക്ടർ പൽപ്പു, നേരത്തെ അറിയാം, നാരായണ ഗുരുവിനെ വന്ന് കണ്ടിട്ട് അങ്ങനെയാണ് SNDPയുടെ ഉദയം. ടീച്ചി, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. നമ്മൾ ഈ ഭൗതികേതരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ആധ്യാത്മിക വിഷയങ്ങൾ പലതവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്, അത്തരം വിഷയങ്ങളൊക്കെ സംസാരിച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി 2 പേർ ജിയുടെ എല്ലാ സംഭാഷണത്തിലും വരും. ഒന്ന് നാരായണ ഗുരുവാണ്, രണ്ടാമത് ഗാന്ധിയാണ്. അതെന്താണ് അങ്ങനെ വരുന്നത്? അല്ല, ഈ ഗാന്ധി ഒരു പക്ഷേ കാവി ഉടുക്കാത്ത സന്യാസി എന്ന് വിളിക്കണം അദ്ദേഹത്തെ. ഗാന്ധിയെപ്പറ്റി എതിരഭിപ്രായങ്ങൾ ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട്, അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല, കാരണം ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഡിസിഷൻസ് ഒരുപാട് തെറ്റിപ്പോയിരുന്നു. ബാക്കിയുള്ളവരെ ശ്രദ്ധിച്ചോളൂ. സ്വാമി വിവേകാനന്ദൻ ഡയറക്റ്റ് സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെട്ട ആളല്ല.
അതുകൊണ്ട് അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് പൊളിറ്റിക്കൽ ഫൂളിഷ്നെസ്സും ഉണ്ടായിട്ടില്ല. ചട്ടമ്പിസ്വാമി ഇടപെട്ടില്ല, അതുകൊണ്ട് മണ്ടത്തരം പറ്റിയില്ല. നാരായണ ഗുരു ഇടപെട്ടില്ല, മണ്ടത്തരം പറ്റിയില്ല. പക്ഷേ ഇവരെല്ലാം ചേർന്നാണ് സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം പകർന്നുകൊണ്ടിരുന്നത്. ഡയറക്റ്റ് ഇടപെട്ട സന്യാസിയാണ് ഗാന്ധി. ഡയറക്റ്റ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു, അതിൽ മണ്ടത്തരങ്ങളും പറ്റി. അത് സംഭവിക്കുക അനിവാര്യമാണ്. അതിൽ ഗാന്ധിക്ക് ഖേദമില്ല. മറ്റുള്ളവർ ഇപ്പോൾ 150 വർഷം പുറകിലേക്ക് തിരിഞ്ഞു നിന്ന് ഗാന്ധിയെ ചീത്ത പറയുന്നു, എന്ത് ചെയ്യാൻ പറ്റും? 100 വർഷം മുമ്പ് അല്ലെങ്കിൽ 120 വർഷം മുമ്പ് ഗാന്ധി എടുത്തൊരു തീരുമാനം ഇപ്പോൾ സാഹചര്യങ്ങളും സമയവും ഒക്കെ മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് അന്ന് അത് എടുത്തുകൂടായിരുന്നു എന്ന് കുറ്റം പറഞ്ഞാൽ ഗാന്ധിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്നത്തെ സാഹചര്യത്തിൽ ശരി എന്ന് തോന്നും. നമ്മൾ 1921 അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന എടുത്തിട്ട് നമ്മളിപ്പോൾ വഴക്ക് പറയുന്നു. 1921 പോയി താമസിക്കും നിങ്ങൾ മനസ്സുകൊണ്ട്. അന്നത്തെ സാഹചര്യം നോക്കൂ. അപ്പോഴാണ് അന്ന് ഇതല്ലാതെ വേറെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമായിരുന്നില്ല. ഇന്നാണ് ആ തീരുമാനം തെറ്റിയിരിക്കുന്നത്, അന്നല്ല. അന്ന് ശരിയായിരുന്നു. അന്ന് ശരിയായിരുന്നു. ഇത് മനസ്സിലാക്കാൻ നമ്മളൊന്നൊരു ഒരല്പം വിശാല ഹൃദയം നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ അച്ഛനുമൊക്കെ നമ്മൾ പറയും, അച്ഛൻ എന്നെ വെറുതെ കോളേജിൽ പറഞ്ഞു വിട്ടതാ, ആ സമയത്തെ എന്നെ ഗൾഫിൽ വിട്ടിരുന്നെങ്കിൽ ഞാനിപ്പോൾ വലിയ പണക്കാരനാകാമായിരുന്നു എന്ന് വാദിക്കാം. കാരണം നമ്മുടെ കൂടെ തന്നെ പഠിച്ച വാസുദേവൻ ഗൾഫിൽ പോയിട്ട് വലിയ മണിമാളയെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു, നല്ല കാശുണ്ടാക്കി ബാങ്കിലിട്ടിരിക്കുന്നു, അതിൻ്റെ പലിശ തന്നെ അങ്ങർക്ക് ആഘോഷമായിട്ട് ജീവിക്കാം. നമ്മളോ ഇപ്പോഴും ജോലി ചെയ്യുന്നു, റിട്ടയർ കഴിഞ്ഞിട്ടും ജോലി ചെയ്താലേ കുടുംബം പോറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ന് അച്ഛനെടുത്ത തീരുമാനം തെറ്റാണ്. അന്ന് അച്ഛനെടുത്ത തീരുമാനം ശരിയായിരുന്നു. സാഹചര്യങ്ങൾ മാറി, അതനുസരിച്ച് നമ്മൾ മാറിയില്ല. ഞാനെപ്പോഴും എൻ്റെ അച്ഛനുമായിട്ട് കലഹിക്കുമായിരുന്നു. എന്നുവെച്ചാൽ തോട്ട് വക്കത്താണ് ഞങ്ങളുടെ വീട്. ആ തോട് കായലിലേക്ക് ചേരുന്നു, ഇടയ്ക്ക് പാടം, ചെളി, പണ്ടരം ഒന്നും പറയണ്ട. ഏറ്റവും സുഖമായിട്ട് വീട്ടിലെത്താൻ വള്ളത്തിലാണ് എത്താൻ പറ്റുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏത് ഏടാകുളത്തിൽ കൊണ്ടുവന്നാണ് അച്ഛൻ വീട് വെച്ചത്? അച്ഛനല്ല അപ്പൂപ്പൻ വീട് വെച്ചത്, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഈ ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, എടാ ഇപ്പോഴാണ് വീടുകൾ റോഡ് സൈഡിലായത്, പണ്ട് വീടുകൾ തോട് സൈഡിലാണ് വെച്ചുകൊണ്ടിരുന്നത്. തോടാണെന്ന് ഗതാഗതം. അതെ അതെ. അപ്പോൾ നീ നോക്ക്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വള്ളം വരുന്നില്ലേ? വള്ളം കെട്ടിയിടാൻ പാകത്തിനൊരു തെങ്ങും അവിടെ ഇല്ലേ? ഉണ്ട്. ഇത് തോട് സൈഡ് മാടി റോഡ് സൈഡായപ്പോൾ റോഡ് സൈഡിലേക്ക് മാറേണ്ടത് നമ്മുടെ ചുമതലയായിരുന്നു. അപ്പോൾ അപ്പൂപ്പൻ്റെ ഡിസിഷൻ തെറ്റിയിട്ടില്ല. അപ്പൂപ്പൻ അന്നത്തെ സാഹചര്യത്തിൽ കറക്റ്റ് ഡിസിഷനാണ് എടുത്തത്. എൻ്റെയും നിൻ്റെയും ഡിസിഷനാണ് തെറ്റിപ്പോയത്. നമ്മളിവിടെ നിന്ന് മാറാൻ ശ്രമിച്ചില്ല, പോയി മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് കാലം അങ്ങ് കടന്നുപോയി. ജീവിതം വളരെ വേഗം കടന്നു പോകുമല്ലേ. ഇപ്പം നീ കിടന്ന് ബഹളം വയ്ക്കുന്നു. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ്, ഇനിയെങ്കിലും നീ റോഡ് സൈഡിലേക്ക് മാറ് എന്ന് പറഞ്ഞു. അങ്ങനെ മാറാൻ വളരെ എളുപ്പമാണ്. പൈസ വേണ്ടേ, ഒരുപാട് ഇത് വേണ്ടേ. ഒടുവിൽ വർഷം കുറേ കഴിഞ്ഞപ്പോൾ അച്ഛനെയും കൊണ്ട് ഞാൻ കൊച്ചിയിലേക്ക് മാറി, റോഡ് സൈഡിലേക്ക്, തോട്ടിൽ നിന്ന് റോഡിലേക്ക് മാറി. അപ്പോൾ അന്ന് എൻ്റെ അപ്പൂപ്പനെടുത്ത തീരുമാനം തെറ്റായിരുന്നു. ഇന്ന് ഞാൻ പറയുന്നതിൽ കഥയുണ്ട്. ഇല്ല, അന്ന് അത് ശരിയായിരുന്നു, ഇന്ന് ഇത് ശരിയാണ്. ഇതുപോലെ പൊളിറ്റിക്സിൽ സാഹചര്യം മാറുന്നതനുസരിച്ച് ഒരുപക്ഷെ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് തെറ്റാണെന്ന് തോന്നും. അങ്ങനെ കാവി ഉടുക്കാത്ത സന്യാസി എന്ന് വെച്ചാൽ ആധ്യാത്മികത ഇത്രയധികമുള്ളൊരു രാഷ്ട്രീയ നേതാവ് വേറെ ഉണ്ടായിരുന്നില്ല. ഞാനൊരു സനാതനി ഹിന്ദുവാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു നേതാവ് ഗാന്ധിക്ക് മുമ്പും ഗാന്ധിക്ക് ശേഷവും നരേന്ദ്രമോദി പോലും ഇല്ല. ഞാനൊരു സനാതനി ഹിന്ദുവാണ് എന്ന് പ്രഖ്യാപിച്ചവൻ മഹാത്മാഗാന്ധി. ആർക്കും ഇല്ല ധൈര്യം. ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയ ആൾ മഹാത്മാഗാന്ധിയാണ്. ഒരുപക്ഷെ അവസാനത്തെ ആളാണെന്ന് തോന്നുന്നു അദ്ദേഹം. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ഒരു തിലകൻ ഗീതാരഹസ്യം എന്ന് പറഞ്ഞിട്ട് ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതി, വിനോബ ഭാവെ വ്യാഖ്യാനം എഴുതി, മഹാത്മാഗാന്ധി അനാസക്തി യോഗം എന്ന് പറഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധി വ്യാഖ്യാനം എഴുതി. ഇങ്ങനെ ഒരു ആധ്യാത്മിക ജീവിതം നയിച്ചുകൊണ്ടിരുന്നു മഹാത്മാഗാന്ധി. അതിൻ്റെ കൂടെ അദ്ദേഹം സ്വന്തം ജീവിതം വെച്ച് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണം. ഈ അതിനകത്ത് നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ ഓണസ്റ്റി നോക്കൂ. അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു ഇപ്പോൾ ആൾക്കാർ. പക്ഷേ ക്രിട്ടിസൈസ് ചെയ്യാനൊരു സാഹചര്യം ഉണ്ടാക്കിയതാരാ? അദ്ദേഹം തന്നെയാണ്. ഞാനിങ്ങനെ ചെയ്തു, എനിക്ക് ഇന്ന തെറ്റുപറ്റി, ഞാൻ ഇന്ന മാതിരി ചിന്തിച്ചു, ഇങ്ങനെ തെറ്റുപറ്റി,
ഇങ്ങനെ സത്യസന്ധതയുള്ള വേറൊരാളിനെ കണ്ടിട്ടുണ്ടോ? വലിയ പ്രയാസമാണ് അങ്ങനെ ജീവിക്കാൻ. ഗാന്ധിജിയെ ക്രിട്ടിസൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. യു ക്യാൻ പിക്ക് ആൻഡ് ചൂസ്. വെച്ചാൽ കോലാഹലം നിറഞ്ഞ വലിയ സംഭവങ്ങൾ നിറഞ്ഞ കാറും കോളും ചുഴിയും മലരിയും ഒക്കെയുള്ള ഒരു ജീവിതമാണ് ഗാന്ധിയുടെ. അതുകൊണ്ട് നിങ്ങൾക്ക് വിമർശിക്കാനായിട്ട് ഒരുപാട് സംഭവങ്ങൾ കിട്ടും. ബട്ട് ഗാന്ധി ആസ് ടോട്ടൽ എടുത്തു കഴിയുമ്പോൾ ആ വലിപ്പം നമുക്ക് മനസ്സിലാവും. രാഷ്ട്രീയ ഗാന്ധിയെ മാറ്റി വെച്ചിട്ട് സാംസ്കാരിക ഗാന്ധിയെ എടുക്കുക. വാട്ട് ഹി സെഡ് വാസ് ട്രൂ. അപ്പോൾ ഗാന്ധിജി ആയിരുന്നു ഒരു കാലത്ത് റെയിൽവേക്കെതിരായിരുന്നു. അതൊരു പിന്തിരിപ്പനായതുകൊണ്ടല്ല. സുനിൽ നോക്ക്, കേരളത്തിൽ ഷൊർണൂർ നിലമ്പൂർ റെയിൽപാത, ആദ്യം വന്ന റെയിൽപാതകളിൽ ഒന്ന് ഷൊർണൂർ നിലമ്പൂരാണ്. നിലമ്പൂർ എന്താ കേരളത്തിൻ്റെ തലസ്ഥാനമായിരുന്നു? മലബാറിൻ്റെ തലസ്ഥാനമല്ല. അല്ല, നിലമ്പൂർ തേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ കൊണ്ടുവന്ന് ഷൊർണൂരിൽ നിന്ന് എറണാകുളം കൊണ്ടുവന്ന് കയറ്റിക്കൊണ്ട് പോകണം. നിലമ്പൂർ തേക്കാണ് ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള തേക്ക്. ഇതിനു വേണ്ടിയിട്ട് ചെയ്ത, അല്ലാതെ ഭാരതീയർക്ക് നന്മ വരട്ടെ അവർ യാത്ര ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതല്ല. ഇത് ഗാന്ധി അന്നേ മനസ്സിലാക്കി. ഗാന്ധി പറഞ്ഞത് അപകടമാണ്. ഈ റെയിൽ നിങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് അവനുണ്ടാക്കുന്നതാണ്. കൂടെ നിങ്ങളെയും കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടാവും ട്രെയിനിൽ. നിങ്ങൾ വളരെ ഹാപ്പി, നടന്നും കാളവണ്ടി കൊണ്ടും ഒക്കെ വിഷമിച്ച് നമ്മളെ ട്രെയിനിലാക്കിയല്ലോ ഈ സായിപ്പ്, അങ്ങനെയല്ല, നിന്നെ പറ്റിക്കുകയാണ് ആ സായിപ്പ് എന്ന് പറഞ്ഞത് ഒരു ദീർഘവീക്ഷണമല്ലേ. അപ്പോൾ ഗാന്ധിജിക്ക് രണ്ട് വശമുണ്ട്. നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ഗാന്ധിയെ നിങ്ങൾക്ക് വിമർശിക്കാൻ ഇഷ്ടം പോലെ സ്കോപ്പ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് പൊളിറ്റിക്സ്. ബട്ട് കൾച്ചറൽ ഗാന്ധിയെ നോക്കൂ. കൾച്ചറൽ ഗാന്ധിയാണ് ഭാരതത്തെ ഭാരതമായിട്ട് നിലനിർത്തിയതിൽ വലിയ സംഭാവന ചെയ്ത മനുഷ്യൻ. ഈവൻ RSSന് നിലമൊരുക്കിയത് ഗാന്ധിയാണ്. ഇത് പണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒക്കെ വലിയ പോയിൻ്റായിരുന്നു. ഗാന്ധിയാണ് RSSകാർക്ക്. അതെ അതെ, ശരി, സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ സംസാരിച്ചു. അത് സത്യമാണെന്ന് ബോധ്യമുണ്ട്. RSSകാർക്ക് യോജിച്ച ഒരു മണ്ണ് നിർമ്മിച്ചത് ഗാന്ധിയാണ് തുടക്കം മുതൽ. അപ്പോൾ അതുകൊണ്ടാണ് ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത്. അതിരിക്കട്ടെ, വിവേകാനന്ദനാണല്ലോ നമ്മുടെ വിഷയം. വിവേകാനന്ദൻ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കിട്ടില്ല. പക്ഷേ വിവേകാനന്ദൻ ഒരു മദാമ്മയ്ക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. അവരുടെ പേര് ഞാൻ മറന്നുപോയി. അവരയച്ച കത്തിന് മറുപടിയായിട്ട് വിവേകാനന്ദൻ പറഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടുന്നത് വലിയ കാര്യമല്ല, ഞാൻ വേണമെങ്കിൽ വാങ്ങിച്ചു തരാം. എൻ്റെ ജനതയ്ക്ക് അത് താങ്ങാനുള്ള വിശാലമായ തോളുകളുണ്ടോ, ചുമലുണ്ടോ? ഡു യു ഹാവ് ബ്രോഡർ ഇനഫ് ഷോൾഡേഴ്സ് ടു ടേക്ക് ദ ബർഡൻ ഓഫ് ഫ്രീഡം? ഫ്രീഡം ഒരു വലിയ ചുമതലയും കൂടെയാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തോന്നിയാസമല്ല. സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തരവാദിത്വം താങ്ങാനുള്ള ചുമലുകൾ നിങ്ങൾക്കുണ്ടാവണം. ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യം താഴെ വീഴും, നിങ്ങളും കൂടെ വീഴും. അതുകൊണ്ട് വിവേകാനന്ദൻ പറഞ്ഞു, അങ്ങനത്തെ ഒരു ജനതയുണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ആ ആവശ്യമാണ് RSS നിറവേറ്റി. RSS എല്ലാവരും സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് സമരം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഈ സമരം നടത്തി പരാജയപ്പെട്ടൊരു മനുഷ്യനാണ് ഹെഡ്ഗേവാർ. അനുശീലൻ സമിതി, യുഗാന്തർ എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം, പിന്നീട് മഹർഷിയായി തീർന്ന അരവിന്ദൻ, ഇവരൊക്കെ ചേർന്നിട്ട് അനുശീലൻ സമിതിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ബോംബ് പൊട്ടിക്കലും അവിടെ ഇവിടെ ആരണ്ടൊക്കെ തല്ല്, ഇവർക്കും തല്ല് കിട്ടി, ജയിലിലും ആകെ കൂടെ പരാജയപ്പെട്ടു, പ്രസ്ഥാനം പരാജയപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് ഹെഡ്ഗേവാർ, അരവിന്ദൻ മഹർഷിയായിട്ട് പോണ്ടിച്ചേരിക്ക് പോവുകയും ചെയ്തു. രാമപ്രസാദ് ബിസ്മിൽ തൂക്കിക്കൊല്ലപ്പെട്ടു. ഇങ്ങനെ പല രീതിയിൽ, രാജ്ഗുരു തൂക്കിക്കൊല്ലപ്പെട്ടു. ഇങ്ങനെ പല രീതിയിൽ ഛിന്ന ഭിന്നമായിപ്പോയി. ഹെഡ്ഗേവാർ ആലോചിച്ചു, വിവേകാനന്ദൻ പറഞ്ഞത് ശരിയാണ്, ഒന്ന് ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ കാര്യം എന്താ? നമുക്ക് ഒരു ഒത്തൊരുമയില്ലായിരുന്നു. അപ്പം നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഇത് വീണ്ടെടുക്കണം, അത് വേറെ കാര്യം. നഷ്ടപ്പെടാനുണ്ടായ കാര്യം എന്താ? കാരണം പ്ലഗ് ചെയ്യണ്ടേ. നമ്മുടെ വള്ളത്തിന് തുള വീണിരിക്കുന്നു, വെള്ളം അതിൽ കയറിക്കൊണ്ടിരിക്കുന്നു, അത് കോരി പുറത്ത് കളയുക എന്നുള്ളത് ഒരു പ്രവൃത്തി. ഈ വെള്ളം ഫർദർ കയറാതെ അത് പ്ലഗ് ചെയ്യുക, ഹോള് പ്ലഗ് ചെയ്യുക എന്നുള്ളത് വേറെ പ്രവൃത്തി. അതാണ് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത്. സോ സമ്മൺ ഹാസ് ടു ഡു ദാറ്റ്, ലെറ്റ് മീ ഡു ദാറ്റ്. അങ്ങനെയാണ് RSSൻ്റെ ബീജാവാപം. ശക്തമായൊരു സമാജമുണ്ടാവുക, ഇനി ഒരിക്കലും സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കുന്നു. അതുകൊണ്ട്
അദ്ദേഹം RSSൻ്റെ സർസംഘചാലനായിരുന്നു. ഇപ്പോൾ വീണ്ടും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വനസമരത്തിന് പോകണമായിരുന്നു. അദ്ദേഹം പരാജ്പേയി എന്ന ഒരാളിനെ സർസംഘചാലകാക്കി ചാർജ് കൊടുത്തിട്ട് അദ്ദേഹം സമരത്തിന് പോയി ജയിലിലായി. 1.5 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് പരാജ്പേയി വീണ്ടും ഒഴിഞ്ഞിട്ട് ഇദ്ദേഹം സർസംഘചാലകനായി. പുള്ളി പറഞ്ഞു RSS ഒരു സമര സംഘടനയല്ല, സമരം ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം വേറെ പ്ലാറ്റ്ഫോമിൽ. കോൺഗ്രസ് ആണെന്ന് കോമൺ പ്ലാറ്റ്ഫോം, എല്ലാവരും സമരം ചെയ്തത് കോൺഗ്രസ് പ്ലാറ്റ്ഫോമിലാണ്. RSSകാരും അങ്ങനെ ചെയ്തു. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ഏകദേശം നിർദ്ദേശമനുസരിച്ചാണ് വേണമെങ്കിൽ RSS ഉണ്ടാക്കിയത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ സ്വാമി വിവേകാനന്ദൻ്റെ കോൺട്രിബ്യൂഷനാണ്. അതുമാത്രമല്ല 32ാമത്തെ വയസ്സിലോ 33-ലോ 39 അല്ലേ 39 മരിക്കുന്നു. 39 ദൗത്യം കഴിഞ്ഞു പോയി. 39 ടു യങ് ഇല്ലേ. യേശുക്രിസ്തു 32, ശങ്കരൻ 33, ആദിശങ്കരൻ. അല്ല, പ്രേമാനന്ദ സ്വാമിയുടെ അദ്ദേഹം അവസാന ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 40 താണ്ടില്ല. ഈ നിങ്ങളുടെ ദൗത്യം കഴിഞ്ഞാൽ സ്ഥലം വിടുക എന്നുള്ളതും ഒരു ഭാരതീയ ചിന്തയാണ്. ദൗത്യം തീരാത്ത ആളുകൾ പിന്നെയും ജീവിച്ചിരിക്കും. നേരത്തെ മരിച്ചു എന്നുള്ളത് മഹാത്മ്യമായിട്ട് ഞാൻ പറയുകയല്ല. ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്ഥലം വിടുക അടുത്ത തലമുറയ്ക്ക് തടസ്സമായിട്ട് ആളുകളെ പറഞ്ഞു. ഒരു വലിയ മരമുള്ളപ്പോൾ ചെറിയ മരങ്ങൾക്ക് വളരാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ പോകും എന്നാണ് പ്രേമാനന്ദയോട് പറഞ്ഞതായി ഞാൻ വായിച്ചിട്ടുള്ളത്. അത് സത്യമാണെന്ന് ഇപ്പോൾ അതിന് വലിയ ഉദാഹരണമാണ് ഞാൻ. സൊസൈറ്റിക്ക് വലിയ കോൺട്രിബ്യൂഷനൊന്നും ഇല്ലാതെ ഇങ്ങനെ വാചകം അടിച്ച് നടക്കുക. ഒരു ഏകാധിപതി ഉണ്ടായിരുന്നെങ്കിൽ ഒരു 65 ഞാൻ ആഗ്രഹിക്കുന്നത് പോട്ടെ, 70 വയസ്സ് കഴിഞ്ഞവരെ എന്തെങ്കിലും മരുന്ന് കുത്തിവെച്ച് പറഞ്ഞു വിടണം. ഒരു പ്രയോജനമില്ല. അടുത്ത തലമുറയെ ശല്യം ചെയ്യാനായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് തെക്കോട്ട് പോകുന്നു, അവനെ പിടിച്ച് വടക്കോട്ട് പോടാന്നൊക്കെ പറയുക, ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ഇതെന്തോ വലിയ കാര്യം ഇവർ ചെയ്യുകയാണെന്ന് ഭാവിക്കും. പുതിയ തലമുറയും ബഹുമാനിക്കും. കാരണം നമ്മുടെ ഒരു കൾച്ചറുണ്ടല്ലോ. പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആരാ ഉള്ളത്? പ്രായമായ മനുഷ്യൻ. പുതിയ തലമുറ അത് പലരും എഴുതി വെച്ചിട്ടുണ്ട്. ഈ പുതിയ കാര്യം എന്തെങ്കിലും നമ്മൾ പറയുന്നു എന്നുള്ള വിചാരമൊന്നും വേണ്ട. ഒക്കെ ഇപ്പോൾ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അതാ പറയുന്നത്. ശ്രീകൃഷ്ണൻ പുതിയതായിട്ട് ഒന്നും അർജുനനോട് പറയുന്നില്ല. ശ്രീകൃഷ്ണൻ പറയുന്നു, ഞാനീ പറയുന്നൊന്നും പുതിയതല്ല, എൻ്റേതുമല്ല. വിവസ്വാൻ മനുവേ പ്രാഹ മനുരിക്ഷ്വാകു അബ്രവീത് ഏവം പരമ്പരാ പ്രോക്തം. വിവസ്വാൻ മനുവിനോട് പറഞ്ഞു, മനു ഇക്ഷ്വാകുവിനോട് പറഞ്ഞു, ഇങ്ങനെ പരമ്പരയായിട്ട് കൈമാറി വന്ന കാര്യമാണ് അർജുന, ഞാൻ നിനക്ക് കൈമാറുന്നു. ഇത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഞാൻ എൻ്റേതായിട്ടൊരു കോൺട്രിബ്യൂഷൻ ഇതിനകത്തില്ല. അതുകൊണ്ട് ഈ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് ചെയ്യാനുള്ളവർ ചെയ്തോളും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പുതുതലമുറയ്ക്ക് സന്ദേശം കൊടുക്കാൻ പറ്റിയ ഒരാളാണെന്ന് വെച്ചു. ഈ സന്ദേശം ഇതിനു മുമ്പേ പുതുതലമുറയ്ക്ക് കൊടുത്തിട്ട് ഞാൻ സ്ഥലം വിട്ട് കഴിയും. അത് ചെയ്യാനുള്ള സാമർഥ്യം എനിക്കില്ലാഞ്ഞിട്ടാണ് ഞാനിവിടെ കിടന്ന് ഈ വരകുന്നത്. മനസ്സിലായി? ഇത് സ്വാമി വിവേകാനന്ദനുണ്ടായിരുന്നു 39-ാം വയസ്സിൽ ഗുഡ് ബൈ. ആദിശങ്കരനുണ്ടായിരുന്നു 33 ഗുഡ് ബൈ. അത് കഴിഞ്ഞിട്ടും ആൾക്കാർ ചട്ടമ്പി സ്വാമി, നാരായണ ഗുരു, ഇവരൊക്കെ ഈ വയസ്സൊക്കെ താണ്ടിപ്പോയവരാണ്. അവർക്ക് പിന്നെയും ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. ഇതല്ലാത്ത കളവന്മാരെ എന്തിനാണ് ഇതിൻ്റെ നടുക്ക് കിടന്ന് കറങ്ങുന്നതെന്നാണ് എൻ്റെ ചോദ്യം. അത് ഒരു ഡിസ്റെസ്പെക്റ്റ് വെച്ചല്ല, വാസ്തവം അതാണ്. നമ്മൾ ഈ പുരുഷാർത്ഥങ്ങളെന്ന് പറയില്ല, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഈ ഗാർഹസ്ഥ്യം കഴിഞ്ഞ് വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവീസിനായിട്ട് നിങ്ങൾ ഇറങ്ങുക. വീടും കുടുംബവും വിട്ടിട്ട് ഭാര്യയും ഭർത്താവ് ഇറങ്ങുക. ആരെങ്കിലും അഭയം കൊടുത്തിട്ട് താമസിക്കുക. അവിടെ നിങ്ങളുടെ ആരോഗ്യം പോലെ മറ്റുള്ളവരെ സഹായിക്കുക. പിന്നെയും നിങ്ങൾ ഡൗൺ ആകും, വയസ്സാകുകയാണല്ലോ. നേരെ വടക്കോട്ട് നടക്കുക, സന്യാസം. കാവി ഉടുക്കണമെന്നോ ഉടുത്തില്ലെന്നൊന്നുമില്ല. അങ്ങനെ പോയി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് രണ്ടിലൊരാൾ മരിച്ചു വീഴും. അടുത്ത ആൾ പിന്നെയും മുന്നോട്ട് പോകും, കുറച്ച് കഴിഞ്ഞാൽ അയാൾ മരിച്ചു വീഴും. ഇതാണ് നമ്മുടെ സിസ്റ്റം. അല്ലാതെ വീട്ടിൽ താമസിച്ച് പിള്ളേരെ ഉപദേശിച്ച് അവരെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞ പരിപാടി ഹിന്ദുത്വത്തിലില്ല. അത് ഭാരതത്തിൻ്റെ സ്വഭാവമല്ല, അത് പാശ്ചാത്യരുടെയാണ്. വയസ്സായി കഴിഞ്ഞാലും ഈ സ്വത്തുമൊക്കെ പിടിച്ചു വെച്ചിട്ട് പിള്ളേരെ തമ്മിലടിപ്പിക്കുന്ന ഇങ്ങനെ വിൽപ്പത്രം എഴുതി വയ്ക്കും. ഈ വിൽപ്പത്രം മുതൽ തുടങ്ങും ചേട്ടാനിയന്മാർ തമ്മിലുള്ള അടി. കാരണം കാരണവർ ഇതിനകത്ത് പാര കയറ്റിയിട്ടുണ്ടാവും. തിരുവാഴിത്താൻ ചെയ്തില്ലേ,
തിരുവാഴിത്താൻ ഈ അങ്ങനെ പറഞ്ഞു ഈ മരിക്കുമ്പോൾ മക്കൾ തമ്മിൽ വഴക്കുണ്ടാകാനായിട്ട് പുള്ളി ഓരോരുത്തരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കിഴക്ക് വശത്ത് ദഹിപ്പിക്കണം, തെക്ക് വശത്ത് ദഹിപ്പിക്കണം, പടിഞ്ഞാറ് വശത്ത് ദഹിപ്പിക്കണം, വടക്ക് വശത്ത് 4 മക്കളാണ്. 4 പേരോടും 4 രീതിയിൽ പറഞ്ഞു. ആൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ വഴക്കായി ദഹിപ്പിക്കാൻ. അവസാനം നാട്ടുകാരിടപെട്ട് അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഈ വയസ്സായവർ പിള്ളേരെ തമ്മിലടുപ്പിക്കുന്നത്. ടിപ്പിക്കൽ ഉദാഹരണമാണ് തിരുവാഴിത്താൻ. ആ തിരുവാഴിത്താനെ പറ്റി വേറെയും കഥയുണ്ട് കേട്ടോ, ഇങ്ങനെയൊന്നുമല്ല. തിരുവാഴിത്താൻ തമാശക്കാരനായിരുന്നു. തിരുവാഴിത്താൻ എന്ന് പറയുന്ന നാടകമുണ്ട് കാവാലത്തിൻ്റെ. തിരുവാഴിത്താൻ വലിയ തമാശക്കാരനായിരുന്നു. പുള്ളി പറഞ്ഞു, ഞാൻ ചത്താലും നിങ്ങളെ ചിരിപ്പിക്കും. ചാവാറായപ്പോൾ തിരുവാഴിത്താൻ പറഞ്ഞു, എനിക്ക് ഇരുന്ന് മരിക്കണം. അങ്ങനെ ഇരുത്തി, സമാധി ഇരുത്തി മരിച്ചു. കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഉറച്ചു പോകുമല്ലോ, സ്റ്റിഫായി. ഈ ദഹിപ്പിക്കാൻ നേരത്ത് നേരെയാക്കാൻ നോക്കി. തിരുവാഴിത്താനെ നേരെയാക്കുമ്പോൾ ഇങ്ങരുടെ കാല് പോകും, കാല് താത്തുമ്പോൾ ഇങ്ങനെ എണീറ്റിരിക്കും. ഇങ്ങനെയായിട്ട് ആൾ മരിക്കുമ്പോൾ പോലും ചിരിച്ചു പോയി. അപ്പോൾ അങ്ങനെയുള്ള തിരുവാഴിത്താൻ ഇരിക്കട്ടെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ദൗത്യം തീർന്ന് സ്ഥലം വിട്ട ആളാണ് സ്വാമി വിവേകാനന്ദൻ. പ്രൈവറ്റ്ലി ഈ നമ്മളുടെ രാമകൃഷ്ണ മിഷൻ്റെ ആഗമാനന്ദ സ്വാമി ആണ് എൻ്റെ അച്ഛനെ വിവേകാനന്ദനിലേക്ക് അടുപ്പിക്കുന്നത്. വിവേകാനന്ദൻ മരിച്ചിട്ട് എത്രയോ കാലം കഴിഞ്ഞാണ് എൻ്റെ അച്ഛൻ ജനിക്കുന്നത്. അച്ഛൻ്റെ അട്രാക്ഷൻ ഈ ആഗമാനന്ദനായിരുന്നു. ആഗമാനന്ദൻ വൈക്കത്ത് അമ്പലത്തിൽ വന്നിട്ട് ഹിന്ദു അനുകൂല അല്ലെങ്കിൽ മതപ്രഭാഷണം എന്നുള്ള പേരിൽ, അന്ന് വൈക്കത്ത് മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് ഏറ്റുമാനൂർ, കടുത്തുരുത്തിലൊക്കെ ഈ മിഷണറിമാർ അമ്പലത്തിന് പുറത്ത് നിന്നിട്ട് നിങ്ങളുടെ ഈ ദൈവമല്ല, യേശു ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവം, ഇത് വായിച്ച് നോക്ക്, ഇത് നോക്ക്, ചില്ലറ അത്ഭുതങ്ങൾ കാണിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ഹിന്ദു സമാജത്തെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അമ്പലത്തിൽ ഇവർ കയറുന്നില്ല, അതുകൊണ്ട് അവരെ തടസ്സപ്പെടുത്താനും പറ്റുന്നില്ല. വഴിയിൽ നിന്ന് ആൾക്കാർ സംസാരിക്കുക, പ്രസംഗിക്കുക ചെയ്യുന്ന ആർക്കെങ്കിലും തടസ്സപ്പെടുത്താൻ പറ്റുമോ? അപ്പോൾ അതിനെതിരായിട്ടാണ് ആഗമാനന്ദൻ പ്രസംഗിച്ചു കൊടുക്കുന്നത്. ഒരു കൊടുങ്കാറ്റ് പോലെ അദ്ദേഹം സകല ക്ഷേത്രങ്ങളുടെയും മുമ്പിൽ ഒറ്റ പ്രസംഗം കൊണ്ട് 1000 മിഷണറിമാരുടെ വായടച്ച് കിട്ടും ആഗമാനന്ദൻ. അങ്ങനെ വൈക്കത്ത് ആഗമാനന്ദൻ്റെ പ്രസംഗം കേട്ട് അതിൽ ആകർഷണമായിട്ട്, ആഗമാനന്ദൻ രാമകൃഷ്ണ മിഷനിലെ സ്വാമിയാണ്. അപ്പോൾ വിവേകാനന്ദൻ ആര്? അങ്ങനെ അച്ഛൻ വിവേകാനന്ദൻ്റെ സ്വാഭാവികമായിട്ട് പിന്നീട് RSSൽ എത്തിപ്പെടുകയും ചെയ്തു. അപ്പം ഇങ്ങനെ സ്വാമി വിവേകാനന്ദൻ തീരെ ഗ്രാമീണരായിരുന്ന എൻ്റെ അച്ഛനെ വരെ സ്വാധീനിച്ചു രാമകൃഷ്ണ മിഷനിലൂടെ. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൽ ഹിന്ദുത്വത്തിൻ്റെ അടിത്തറ ഉറപ്പിച്ച ഒരു ആധുനിക ശങ്കരനെന്നോ അല്ലെങ്കിൽ വിവേകാനന്ദൻ്റെ വേദാന്തത്തെ സക്രിയ വേദാന്തം എന്നും ആക്രാമക വേദാന്തം എന്നും പറയും. അഗ്രസീവ് ഹിന്ദുത്വ ഇത് സംസാരിച്ചവനാണ് സ്വാമി വിവേകാനന്ദൻ. ഈ കപ്പലിൽ പോകുമ്പോൾ ഒരു പാതിരി ഭാരതത്തെ പറ്റി ഇല്ലാത്ത കുറ്റമെല്ലാം പറയുന്നു. ചിലതൊക്കെ ഉള്ളതുമാണ്, ചിലതൊക്കെ ഇല്ലാത്തതുമാണ്. പക്ഷേ അങ്ങർക്കത് പറയേണ്ട ഒരു കാര്യമില്ല. സ്വാമി വിവേകാനന്ദൻ നേരെ പോയിട്ട് പാതിരിയുടെ ഈ ബെൽറ്റൊക്കെ ഇടുമല്ലോ, ഇതിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരക്ഷരം ഭാരതത്തെ പറ്റി പറഞ്ഞാൽ ഡെക്കിലാണ് നിൽക്കുന്നത്, എടുത്ത് ഞാൻ കടലിലിടും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ മനുഷ്യനെടുത്ത് കടലിലിടും. ആരോഗ്യമുണ്ട് സ്വാമി വിവേകാനന്ദൻ. മിണ്ടിയില്ല. സ്വാമി വിവേകാനന്ദൻ സുന്ദരനായിരുന്നു. ഇപ്പോൾ പഴയ കാലത്തെ ഫോട്ടോ ഒക്കെ പറഞ്ഞു, പരമസുന്ദരനായിരുന്നു. അപ്പോൾ അന്ന് അമേരിക്കയിൽ വെച്ച് ഒരു മദാമ്മ, അവർക്ക് ഈ വലിയ മൂല്യബോധമൊന്നുമില്ല. അപ്പോൾ അവർ എണീറ്റ് നിന്ന് പറഞ്ഞു, സ്വാമി, എനിക്ക് സ്വാമിയിൽ നിന്ന് ഒരു മകൻ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിറഞ്ഞ സദസ്സിൽ എല്ലാവരും ഞെട്ടിപ്പോയി. എന്ത് ചോദ്യമാണ് ഒരു സന്യാസിയോട് ചോദിക്കും. വിവേകാനന്ദൻ അക്ഷോഭ്യനായിട്ട് പറഞ്ഞു, എന്നിൽ നിന്ന് ഒരു മകൻ്റെ ആവശ്യം എന്താ, ഞാൻ തന്നെ മകനാകാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ കാൽക്കലങ്ങ് നമസ്കരിച്ചു. എന്നെ മകനായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. തകർന്നുപോയി. ദാറ്റ് വാസ് വിവേകാനന്ദൻ. ഒരു രീതിയിലും നിങ്ങൾക്ക് അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്യാനോ പിടിക്കാനോ ഒന്നും സാധ്യമല്ല. ഈ ആംഗിളിൽ ചിന്തിക്കണമല്ലോ. ഏത് സന്യാസിയും ഒന്ന് പകച്ചും പരിഭ്രമിച്ചും പോകും ഈ ചോദ്യം, അതിൻ്റെ അശ്ലീലം ഒക്കെ ഓർക്കുമ്പോൾ. ബട്ട് ആധ്യാത്മികത നിറഞ്ഞ സ്വാമി വിവേകാനന്ദന് ഇതൊരു പ്രശ്നമാകുന്നില്ല. എന്താ അവർക്ക് വേണ്ടേ? മകൻ വേണം,
ഞാൻ തന്നെ മകൻ കഴിയും. ഇൻസ്റ്റൻ്റ് ആ സൊല്യൂഷൻ. അതായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ഭാരതത്തിൻ്റെ അസ്തിത്വത്തിന് നമ്മൾ നന്ദി പറയേണ്ട മഹാഗുരുക്കന്മാർ ഒരുപാടുണ്ട്. അതിൽ പ്രമുഖനാണ് സ്വാമി വിവേകാനന്ദൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.